ബോർഡ് അധ്യക്ഷൻ ഷഫീഖ്, വേദിയിലെ മറ്റു വിശിഷ്ട വ്യക്തികൾ, പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തകരെ, സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാനിവിടെ ഈ ഭാഗത്ത് പലതവണ വന്നിട്ടുണ്ട്. അത് ഈ നാടിൻ്റെ തന്നെ കലാകാരനായ കലാഭവൻ ജോഷി എന്ന് പറയുന്ന ആ കലാകാരൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഒരുപാട് വർഷം ഒരുമിച്ച് സ്റ്റേജ് പ്രോഗ്രാമുകൾ, അദ്ദേഹം സിനിമാലയുടെ ഒരു പ്രോഗ്രാമൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് സിനിമാലയുടെയൊക്കെ പ്രോഗ്രാമായിട്ടും ഒക്കെ ഒരുപാട് സ്റ്റേജിൽ പ്രോഗ്രാമുകളൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ശരിക്കും ഇവിടെ വേദിയിൽ വന്നിരിക്കേണ്ട ആളാണ്. കലാഭവന്റെ വിരലെണ്ണാവുന്ന ചില കലാകാരന്മാരിൽ ഒരു കലാകാരനാണ്. ജോഷി ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജോഷി ഇവിടെ വരും എന്ന് പറഞ്ഞതായിരുന്നു. അപ്പം ഞാനിവിടെ ഒരു ആദ്യമായിട്ട് വരുന്ന ആളല്ല. വെള്ളാങ്ങല്ലൂര്, അതുപോലെ നമ്മുടെ കബീർ, മാരുതി കേസക്സിന്റെ കബീർ വെള്ളാങ്ങല്ലൂരാണ്. മാത്രമല്ല ഇവിടെ ഒരുപാട് നാടക നടന്മാരുള്ളൊരു സ്ഥലമാണ്, നാടക പ്രേമികളുടെ ഒരു സ്ഥലമാണ്. ഇന്നസെൻ്റിൻ്റെ കുറച്ചപ്പുറത്താണ്. ഒരുപാട് കലാകാരന്മാരുള്ള നാടാണ്. മറ്റൊന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് റഷീദ് പാറയ്ക്കൽ, അദ്ദേഹവും ഇവിടെ വേദിയിൽ വന്നിരിക്കേണ്ട ആളാണ്. റഷീദ് പാറയ്ക്കൽ ഷമീർ എന്ന സിനിമയുടെ സംവിധായകനാണ്. അദ്ദേഹം ഇവിടെ ഈ വേദിയിൽ ഇരിപ്പുണ്ട്. മാത്രമല്ല 10ൽ കൂടുതൽ പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഒരു നോവലിസ്റ്റാണ്, രചയിതാവാണ്. ഇപ്പോഴും 2 സിനിമകൾ റിലീസാവാൻ അദ്ദേഹത്തിൻ്റെ നൽകുന്നു. റഷീദ് പാറയ്ക്കൽ ഇവിടെ വേദിയിലുണ്ട്. റഷീദ് നമ്മുടെ വടക്കാഞ്ചേരിക്കാരനാണ്, നാട്ടുകാരനാണ്. അദ്ദേഹം ഇവിടെ ഇരിക്കേണ്ടതാണ്. അങ്ങനെ ഒരുപാട്, ഇപ്പൊ ഞങ്ങൾ മാത്രമല്ല, നമ്മൾ വനമായത്തിലെ ഈ ഒരു അംഗങ്ങൾ മാത്രമല്ലാതെ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന ഒരുപാട് കലാകാരന്മാർ നമുക്കുണ്ട്. പാലിയേറ്റീവിൻ്റെ പല പ്രവർത്തന സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. ഇതിനു മുൻപും ക്ഷണിക്കപ്പെട്ട പല സ്ഥലത്തും ലക്ഷത്തിക്കാതെ തന്നെ പോയിട്ടുണ്ട്. പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം എന്നത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ കേരളത്തിലൊട്ടൊക്കെ, കേരളത്തിൽ മാത്രമല്ല മലയാളികളുള്ള എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം എന്താണെന്ന് എല്ലാ മലയാളികൾക്കും കൃത്യമായിട്ട് അറിയണം. അതുകൊണ്ട് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനത്തെ കുറിച്ച് എടുത്തെടുത്ത് ഒരുപാട് പറഞ്ഞ് സമയം കളയേണ്ട ആവശ്യമില്ല. സമൂഹത്തിൽ നിർദ്ധരായ, ശരണരായ, സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ തളർന്നു പോകുന്ന ആ സമയങ്ങളിൽ ഓടിയെത്തി അവനവന്റെ കാര്യത്തിന് മാത്രമായിട്ട് ഓടാതെ, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം ഓടാതെ, അതിനുവേണ്ടി സമയം കണ്ടെത്തി അത്തരം നമ്മുടെ സഹോദരങ്ങൾക്കൊപ്പം നിൽക്കാൻ മനസ്സ് കാണിക്കുന്ന നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ പരിപാടിക്ക് അല്ലാതെ എവിടെയാണ് ഞങ്ങൾ വരുന്നത്? ഇത് ഞങ്ങളൊരു സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായിട്ടൊന്നും വന്നതല്ല. പ്രമോഷൻ നടക്കുന്നുണ്ട്, സിനിമയുടെ പ്രമോഷൻ കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളും അതിന്റെ ഓട്ടത്തിൽ തന്നെയാണ്. പക്ഷേ വിനോദ് പോല് ഇങ്ങനെ ഇവിടെ നമ്മുടെ വെള്ളാങ്ങല്ലൂര് നമുക്ക് ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട്. അവിടെ നമ്മൾ ഒന്ന് പോകുന്നത് നല്ലതാണ്. മനുഷ്യരെ സ്നേഹിക്കുന്ന അവരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നത് നല്ലതാണ് എന്നുള്ള ഒറ്റ വാക്കിന് പുറത്താണ് ഈ സമയമില്ലാത്ത സമയത്തും ഞങ്ങൾ പോയിരിക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങൾ സിനിമ കാണണം എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ
സിനിമ കാണാൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളെപ്പോലുള്ളവരുടെ അകമഴിഞ്ഞ പ്രാർത്ഥന ഞങ്ങൾ നല്ലതുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന മാത്രമാണ് ഞങ്ങളത് ഒപ്പം ഉണ്ടാകേണ്ടത്. സിനിമ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും എന്നത് നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. എന്തായാലും ഇനി ഞങ്ങളധികം സംസാരിച്ച് സമയം കളയുന്നില്ല. തുടർ പരിപാടികളൊക്കെ ഒരുപാട് ഇനിയും ഉള്ളതുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നേരത്തെ മഹേഷിനൊക്കെ പറഞ്ഞ പോലെ തന്നെ മഹേഷിൻ്റെ പല പരിപാടികൾക്കും ഇതിന് മുൻപും പങ്കെടുത്തിട്ടുണ്ട്. അത് ഒരുപാട് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. എല്ലാ ആളുകളെയും ഒന്ന് കണ്ട് സന്ദർശിച്ച് കുശലം പറഞ്ഞൊക്കെയാണ് പോവാറ്. ഇന്ന് ഇങ്ങനൊരു സാഹചര്യമായതുകൊണ്ട് മാത്രമാണ് ധൃതി കൂട്ടുന്നത്. മറ്റൊന്നും തോന്നരുത്. എന്തായാലും എല്ലാവരുടെയും ഈ സ്നേഹവും പ്രാർത്ഥനയും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് തൽക്കാലം തോന്നുന്നു.